നല്ല ക്ഷീണമുണ്ട്. മോള് അകത്തി എന്ന് കുറച്ചു നേരം കിടക്ക്. ചെല്ല്. മോള് പോയി കിടന്നു. അമ്മ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവരാം. ജ്യൂസ് എന്തിനാ? ഇനി ശ്യാമയുടെ ബാക്കിയുള്ള ജീവനും കൂടി ഇങ്ങ് എടുക്കാനാണോ? അഖി, നീ എന്താ പറഞ്ഞേ? ശ്യാമയോടുള്ള പക നിങ്ങൾക്ക് ഇതുവരെ തീർന്നില്ലല്ലേ? ഇവളോടുള്ള വാശി, ദേഷ്യം, പക എല്ലാം കൂടി ഒടുവിൽ ശ്യാമയുടെ വയറ്റുള്ള എന്റെ കുഞ്ഞിനെ കൂടെ കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിയല്ലേ? എന്താടാ നീ പറഞ്ഞേ? ഞാൻ ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ നോക്കിന്നോ? വേണ്ട. ഇനി കുറെ അഭിനയം നടത്തി തെറ്റും മറയ്ക്കാൻ നോക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങളൊരു അമ്മയാണോ? ആണോന്ന് ചോദിച്ചേ? പറ. എങ്ങനെയാ നിങ്ങൾക്ക് ഇത്രയും ക്രൂരമായൊരു മനസ്സുണ്ടായ? അമ്മയാണ് പോലും അമ്മ. ഇത്രയും ക്രൂരമായ ഒരു ചിന്ത എന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് എങ്ങനെ ഉണ്ടായത്? എനിക്ക് അറിയില്ലല്ലോ ഈശ്വരൻ. ആനന്ദേട്ടാ, ഇവൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ ഇങ്ങനെ ചെയ്യൂന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അമ്മ എന്താ ഓട്സിലിട്ട് ശ്യാമയ്ക്ക് കൊടുത്തത്? ഓട്സ് ഞാനാ ഉണ്ടാക്കി കൊടുത്തേ. അതിനെന്താ? കണ്ടില്ലേ, കൊടും പാതകം ചെയ്തിട്ട് പിന്നെ നിന്ന് നാടകം കളിക്കുന്നു. കഷ്ടം. ഇങ്ങനെ അതൊന്നും പറയാതെ കാര്യം എന്താണെന്ന് പറ. അച്ഛാ, അത് അമ്മ ശ്യാമയ്ക്ക് കൊടുത്തില്ലേ ആ ഓട്സ്? അതിലൊരു മാരകമായ വിഷം ചേർത്തിരുന്നു. വിഷോ? ഡോക്ടർ പറഞ്ഞതാ. കഴിച്ച ഓട്സിലൂടെയാ ശ്യാമയുടെ ഉള്ളില് വിഷം ചെന്നിട്ടുള്ളതെന്നാ റിസൾട്ട് വന്നത്. എനിക്കൊന്നും അറിയില്ല ആനന്ദേട്ടാ. അങ്ങനെ വരാൻ ഒരു വഴിയില്ല. വിഷോ? ഒരിക്കലുമില്ല. സത്യം പറ, നീ എന്താ ചെയ്തത്? ആനന്ദേട്ടാ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യോ? ഒരിക്കലുമില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇല്ല, ഇവരങ്ങനെ ചിന്തിക്കും. ശ്യാമയെ ഈ വീട്ടിലേക്ക് തിരിച്ച് വിളിച്ചപ്പോഴും വലിയ സ്നേഹം നടിച്ചപ്പോഴും ഇവരുടെ ക്രൂരത ഞാൻ മുൻപേ തിരിച്ചറിയണമായിരുന്നു. ഇല്ല, വെറുതെ പറയാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാ അത് ചെയ്തത്? ആനന്ദേട്ടാ, എനിക്കറിയില്ല. സത്യം പറ, നീ എന്തിനാ അതിൽ വിഷം ചേർത്തത്? അയ്യോ ആനന്ദേട്ടാ, ആനന്ദേട്ടനെങ്കിലും എന്നെ വിശ്വസിക്ക്. ഞാനങ്ങനെ ചെയ്തിട്ട്
അമ്മയ്ക്ക് അത് തന്നെ വരണം. ഇപ്പോ എന്നെ ഇഷ്ടമല്ല, ശ്യാമയല്ലേ ഇഷ്ടം. അനുഭവിക്കും. ആനന്ദേട്ടാ, ഞാൻ വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഈ ഒരു നിമിഷം ഞാൻ വെറുത്തുപോയി. എന്റെ ഭാര്യയെ ഞാൻ വെറുത്തുപോയി. നമുക്ക് പോവാം. പൊയ്ക്കോ, എന്റെ മോള് പൊയ്ക്കോ. ഇനി ഞാൻ നിന്നോട് ഇവിടെ നിൽക്കാൻ പറയില്ല. കൊലപാതകികളാ അവിടെ ഉള്ളത്. എന്റെ മോള് രക്ഷപ്പെട്ടു പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ശ്യാമേ, വാ. എന്നോട് കളിച്ചാ ഇങ്ങനിരിക്കും. അഖി, ശ്യാമേ, ഇതെന്താ രണ്ടാളും വല്ലാതെ നിൽക്കുന്നത്? എന്ത് പറ്റിയത്? എന്താ മോളെ? എന്താടാ ശ്യാമേ, എന്താ പറ്റിയേ? ശ്യാമേ, എല്ലാരും കൂടി എന്താ ഇങ്ങനെ? ആരും ഒന്നും പറയാത്ത എന്താ? ഞങ്ങളൊന്ന് പുറത്തു പോയി വന്നപ്പോഴേക്കും ഇവിടെ എന്താ സംഭവിച്ചേ? ഞാൻ പറയാം. കഴിച്ച ഓട്സിലൂടെ തന്നെയാ വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നത്. ആദ്യേട്ടനും അമൃതേട്ടനും അരുണേട്ടനും എല്ലാം കേട്ടല്ലോ. ഇനി എന്തായാലും ഞാനും ശ്യാമ ഈ വീട്ടിലേക്കില്ല. ഞങ്ങളുടെ കുഞ്ഞ ഞങ്ങൾക്ക് പ്രധാനം. എന്റെ അമ്മ ഇത്ര ദുഷ്ടാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. തൃപ്തിയായി. അല്ല അഖി, ആ ഓട്സിൽ നിന്ന് വിഷം ഉള്ളിൽ ചെന്നതെന്ന് ഉറപ്പാണോ? അത് ഉറപ്പാ. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ആയിരിക്കും ശരി. പക്ഷെ എനിക്ക് വേറൊരാളെ കൂടി സംശയമുണ്ട്. എന്താ അമൃതേ, എന്താ സംശയം? ആദ്യേട്ടാ, അത് പിന്നെ എന്താ ഐശ്വര്യ, എന്താ അടുക്കളയിൽ? ഏയ് ഒന്നുമില്ല. അമ്മ എവിടെ? കണ്ടില്ല. അല്ല, നീ എന്താ ഇതിലിട്ട് ഇളക്കുന്നേ? അത് ഓട്സിൽ പഞ്ചസാര ഇടുക. അതെല്ലാം അമ്മ ആവശ്യത്തിന് ഇട്ടതാണല്ലോ. ഒരുപാട് മധുരമൊന്നും വേണ്ട.
ഇനി ഇടണ്ട കേട്ടോ. ഏയ് ഇല്ല. ഇപ്പോഴാ ഓർത്തെ, ഇന്ന് അത്യാവശ്യമായിട്ട് അയക്കാനുള്ള ഒരു ബില്ല, അതൊന്ന് സെറ്റിൽ ചെയ്യണം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സത്യം പറഞ്ഞു, നീ എന്താ ചെയ്ത ശ്യാമേ? നീ എന്താ ചെയ്തെന്ന് ചോദിച്ച കേട്ടില്ലേ? പറയാൻ, സത്യം പറയാൻ. ഞാനൊന്നും ചെയ്തില്ല. അമൃതേട്ടത്തി പറഞ്ഞത് സത്യമാണോന്ന്? അതല്ല, അമൃതേടത്തേക്ക് വെറുതെ തോന്നിയതാ. തോന്നിയതോ? അല്ല, വെറും തോന്നലല്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഐശ്വര്യ, നീ സത്യം പറഞ്ഞോ? നീ അല്ലേ ആ കൊടും ചതി ചെയ്തത്? പറയടി, സത്യം പറ. നീ അത് ചെയ്തോ? പറയേ. അല്ല അല്ല അല്ല. ഐശ്വര്യ, സത്യം പറ, നീ അത് ചെയ്തോ? എന്റെ പൊന്നച്ഛനാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പാപം ഞാൻ ചെയ്യില്ല. പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. പറയടി, പറയടി, സത്യം പറയടി. എടി പറയാൻ, എടി സത്യം പറയാൻ. ഐശ്വര്യ, സത്യം പറയാനാ പറഞ്ഞത്. എടി പറയടി, എടി എന്താ നടന്നതെന്ന് പറയാൻ. എടി പറയടി, എടി സത്യം പറയാതെ നിന്നെ ഞാൻ വിടില്ല. പറയാൻ ഐശ്വര്യ, സത്യം പറയാൻ. പറയടി, എടി പറയടി, പറയടി, എടി പറയാൻ, പറയടി. അത് ഞാനല്ല അച്ഛാ, ഞാനങ്ങനെ ചെയ്യില്ല. അമൃതേടത്തി, ഞാനങ്ങനെ ചെയ്യില്ല. അമൃതേടത്തി, അരുണോടൊന്ന് പറ. ഈ അരുണോട് ആരെങ്കിലും ഒന്ന് പറ. ശ്യാമേ, അഗി, ആദ്യേട്ടാ ഒന്ന് പറ. ആദ്യേട്ടാ, അമ്മേ, ഞാനല്ല അമ്മേ. അമ്മ, അരുണോട് പറ, ഞാനല്ലെന്ന്. അച്ഛാ, അച്ഛാ, ഇവളെ വിശ്വസിക്കരുത്. ഇതെല്ലാം ഇവളുടെ അടവാ. എടി നിന്നെ ഞാൻ പറ ആരെങ്കിലും അരുണോട്. ഞാനത് ചെയ്തിട്ടില്ല. അമൃതേടത്തി, അച്ഛാ, ഇതെല്ലാം ഇവളുടെ അടവാ. അരുൺ, എടി നിക്കടി അവിടെ. അയ്യോ. എടി ഐശ്വര്യ, അവിടെ നിൽക്കാൻ. എന്നെ കൊല്ലാൻ വരുന്നേ. എടി നിൽക്കാനല്ലേ പറഞ്ഞത്? എടി ഐശ്വര്യ, എവിടെ ഞാനത് വെച്ചത്? അപ്പോ ഇതുകൊണ്ടാണല്ലേ നീ ശ്യാമയെ കൊല്ലാൻ നോക്കിയത് അല്ലേ? പറയടി. അപ്പോ നീ തന്നെയായിരുന്നു അല്ലേ? എടി ഇങ്ങോട്ട് തരാൻ. ഐശ്വര്യം, അതിന് തരാനാ പറഞ്ഞത്. എടി, എടി, അതിന് തരാൻ. ഐശ്വര്യം, എടി. വാ, വാ ഇങ്ങോട്ട്. വരാൻ, ഇങ്ങോട്ട് വരാൻ. വാടി. വാടി, ഇങ്ങോട്ട് വാടി. നീ ആ പാവത്തിനെ കൊല്ലാൻ നോക്കിയല്ലേ? വാ ഇങ്ങോട്ട്. നിന്നെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഐശ്വര്യം, വരാൻ. ഇറങ്ങി വാടി. എടി ഇങ്ങോട്ട് വാടി. എടി ഇന്ന ഞാൻ ഇന്ന് ഇങ്ങോട്ട് വാടി.
ദേ ശ്യാമയെ കൊല്ലാൻ നോക്കിയ പൊടി ഇതാ. ഇതെവിടുന്നാ നിനക്ക് കിട്ടിയത്? പറയടി. എടി പറയാൻ. എടി സത്യം എന്താന്ന് വെച്ചാ പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പറയടി. പറയാനല്ലേ പറഞ്ഞത്. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. എവിടുന്നാടി നിനക്ക് ഈ വിഷപ്പൊടി കിട്ടിയത്? പറയടി. എടി പറയാൻ. പറയാതെ നിന്നെ ഞാൻ വിടില്ല ഇവിടുന്ന്. എടി പറയടി, സത്യം പറയടി. ഐശ്വര്യ നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. പറയടി, പറയാൻ. എടി, ഒരു സിദ്ധന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. എന്തിന്? എടി പറയാൻ. അത് എന്തിനാ നീ ആ വിഷപ്പൊടി വാങ്ങിയത്? ശ്യാമയെ കൊല്ലാനോ? എടി പറയാൻ. ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ. എന്റെ കുഞ്ഞിനെ കൊല്ലണോ അല്ലേ? ഇനി ഒരു നിമിഷം ഇവളെ ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമില്ല. ഇറങ്ങടി. എടി ഈ വീട്ടിന് പുറത്തിറങ്ങാൻ. ഇറങ്ങി എങ്ങോട്ടെന്ന് വെച്ചാ പോ. എടി ഇറങ്ങി പോവാൻ. നീ താനെ പോകുന്നോ അതോ ഞാൻ നിന്നെ ഇവിടുന്ന് പിടിച്ചിറക്കി വിടണോ? അരുൺ, ഇറങ്ങടി. എടി ഇറങ്ങടി. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇറങ്ങി പോവാൻ. ഇറങ്ങി പോവാൻ പറഞ്ഞാൽ നീ പോവില്ലല്ലേ? എടി ഇറങ്ങി പോടി. ഈ വീട്ടിൽ നിനക്കിനി ഒരു സ്ഥാനവുമില്ല. ഇറങ്ങി പോടി ഇവിടുന്ന്. എടി എടി ഇറങ്ങടി. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇറങ്ങി പോവാൻ. ഇറങ്ങി പോവാൻ പറഞ്ഞാൽ നീ പോവില്ലല്ലേ? ആദ്യേട്ടാ പ്ലീസ്, എനിക്കൊരു അബദ്ധം പറ്റിയത്. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് പ്ലീസ്. അച്ഛാ, ഞാൻ കാല് പിടിക്കാം. എന്നെ ഇറക്കി വിടരുത് പ്ലീസ്. അച്ഛാ പ്ലീസ് അച്ഛാ, എന്നെ പുറത്ത് വിടരുത്. വിട്. ഇല്ല, ഞാൻ വിടില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല. എന്നെ പറഞ്ഞു വിടല്ലേ അച്ഛാ. ഐശ്വര്യന്റെ കാലേന്ന് വിടാനാ പറഞ്ഞത്. എന്നെ കൊന്നാലും ഞാൻ വിടില്ല. അച്ഛൻ എന്നെ രക്ഷിക്കണം. അച്ഛാ, ഇതല്ല ഇവളുടെ അടവാ. ഇനിയും ഇവളെ ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്ന നമുക്ക് എല്ലാവർക്കും അവള് വിഷം കലക്കി തരും. അതുറപ്പാ. ഐശ്വര്യ എഴുന്നേൽക്ക്. ഇല്ല, പറയുന്ന കേൾക്ക്. എഴുന്നേൽക്കാൻ. എന്നെ ഇവിടെ നിറക്കി വിട്ടാ ഞാൻ എവിടെ പോവാൻ അച്ഛാ? പ്ലീസ് അച്ഛാ, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല.
ഞാൻ ശ്യാമയോട് മാപ്പ് ചോദിക്കാം. ഞാനിനി ആവർത്തിക്കില്ല. ഉറപ്പായിട്ടും ഞാനിനി ഇത് ആവർത്തിക്കില്ല. ഡി എഴുന്നേക്കടി, മതി നിന്റെ അഭിനയം. എഴുന്നേക്കടി. ഡി നിന്നോടല്ലേ പറഞ്ഞ എഴുന്നേക്കാൻ. ഇറങ്ങി പോടി, ഇറങ്ങി പുറത്തു പോവാൻ. നിനക്ക് നീ വീട്ടിൽ സ്ഥാനമില്ല. ഓ പോകാനല്ലേ പറഞ്ഞത്. ഇറങ്ങി പോടി ഇവിടുന്ന്. ഇറങ്ങി പുറത്തു പോവാൻ. ഇറങ്ങിപ്പോ, ഇറങ്ങി പോടി. ഡി ഇനി നീ വീട്ടിനകത്തേക്ക് കാലെടുത്ത് വെച്ചാ നിന്റെ ആ കാൽ ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങിപ്പോടി.